കെട്ട് കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം നല്ല രീതിയിൽ പോയി, രണ്ടാമത്തെ ദിവസം നല്ല രീതിയിൽ പോയി, മൂന്നാമത്തെ ദിവസം അവൾ വേറെ തന്നെ ഇപ്പോൾ ഒളിച്ചോടി പോയി. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവളുടെ ഷെയർ ലിസ്റ്റിൽ 7ാമത്തെ ആളായിട്ട് ഒളിച്ചോടി പോകുന്ന അവളൊരു നിമിത്തം കണ്ടിന്. തെറ്റു പറയാൻ പറ്റുമോ? നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. നമസ്കാരം, എൻ്റെ പേര് ഋഷികേശ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നാണ്. ഞാൻ കണ്ടുപിടുത്തങ്ങളുടെ രാജാവാണ്. ഈ ആത്മാർത്ഥതയും കുഴിമടിയും ഡയറക്റ്റ്ലി പ്രൊപ്പോഷണലാണെന്ന് കണ്ടുപിടിച്ച ആൾ ഞാനാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമാകാരനാവാനാണ്. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയും ശങ്കറും മറ്റേ ബാക്കി ജോഷിയൊക്കെ മഷീട്ട് നോക്കി എന്നെ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു പണിക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പക്ഷേ ആത്മാർത്ഥമായിട്ട് പുഴുകി തിന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറൂല എന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞ് എന്നെ ആട്ടിയപ്പോഴാണ് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അല്ലെങ്കിലും അച്ഛനെ വിഷമിപ്പിക്കുന്നതൊന്നും ഞാൻ പണ്ട് മുതലേ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ പരീക്ഷ പേപ്പറിൽ 1, 2, 3 മാർക്ക് കിട്ടുന്ന പരീക്ഷ പേപ്പറൊക്കെ അച്ഛൻ്റെ ഒപ്പം ഞാൻ തന്നെയാണ് ഇട്ട് ടീച്ചറെ കൊണ്ടുപോയി കാണിക്കാറ്. വളർന്നു വരുന്നതനുസരിച്ച് ഒരാധാരത്തിലും 2 ചെക്ക് ലീഫിലും ഞാൻ അച്ഛൻ്റെ ഒപ്പിട്ടു. അതങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിതൊരു കേസ് കൊടുത്തു. അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധം സിനിമയാക്കാമെന്ന് പറഞ്ഞ് എൻ്റെ 2 സിനിമാ സുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെട്ടു. പക്ഷേ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ പേടിച്ചിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. അത് എൻ്റെ കണക്ക് പ്രകാരം. പക്ഷേ എൻ്റെ അമ്മയുടെ കണക്ക് പ്രകാരം എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. 5ാമത്തെ ആൾ കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര. ഈ സീരിയലിൻ്റെ ഒരു കാര്യത്തിനെ പറ്റി പറയാനാണെങ്കിൽ PSC പരീക്ഷ എഴുതി തോറ്റ് പണ്ടാറടങ്ങിയ ആൾക്കാരാണ് ഈ സീരിയലിൻ്റെ കഥ എഴുതാൻ വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് സീരിയലിൻ്റെ കഥ. ഒരു ഭാര്യ, ഭർത്താവ്, അവർക്ക് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ്, ഭാര്യയ്ക്ക് വേറൊരു കാമുകി, ഭർത്താവിന് വേറൊരു കാമുകി, അവർ തമ്മിൽ ഏട്ടത്തിയനിത്ത് മക്കൾ. അങ്ങനെയാണെങ്കിൽ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിയുടെ തൊട്ടിൻ്റെ വില എത്രയാണ്? എൻ്റെ അമ്മ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത് രാത്രി 7 മണി മുതൽ. ഈ വീട്ടിലെ സംഗതികളൊക്കെ ഒഴിച്ചു മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. നമ്മൾ ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, സൈലൻ്റ് വാലിയിൽ അപൂർവീനം ജീവികളെ കണ്ടെത്തി എന്നൊക്കെ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ? അതേപോലെ ഒരു അപൂർവീനം ജീവിയാണ് എൻ്റെ കൂട്ടുകാരൻ. പേരെന്താണെന്ന് പറയുക? അഭിമാൻ. ഞാനിങ്ങനെ സിനിമാ പ്രാന്തൊക്കെ കൊണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് അവൻ എൻ്റെ കണ്ട് പഠിക്കാതെ അവൻ എന്ത് ചെയ്ത് അവൻ്റെ അച്ഛൻ്റെ സ്റ്റിച്ചിങ് ഫാക്ടറി ആദ്യം തന്നെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ഈ സ്റ്റിച്ചിങ് ഫാക്ടറി എന്നൊക്കെ അവൻ തന്നെ തള്ളുന്നതാണ്. ശരിക്കും തയ്യൽ ഷോപ്പ് അത്രയേ ഉള്ളൂ. ഇവനാണെങ്കിൽ എന്ത് വർക്ക് ചെയ്താലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. കഴിഞ്ഞ ഓണത്തിന് പുലിക്കളിക്ക് ഡ്രസ്സ് അടിക്കേണ്ട കോൺട്രാക്റ്റ് കിട്ടി ഇവൻ്റെ തയ്യൽ ഷോപ്പിന്. ഇവൻ ഒരു 6 പുലിക്കളുടെ ഡ്രസ്സ് കഴിച്ചതിൽ 5 പുലികളുടെ വാല് പിറകിലോട്ട്, 1 പുലിയുടെ വാല് മാത്രം ഫ്രണ്ടിലോട്ട്. ബാക്കി 5 പുലികൾക്ക് സംശയം ഇത് ഏതായി ചാരെന്ന്. ഫ്രണ്ടിലോട്ട് വാല് മാത്രമാണെങ്കിൽ പോട്ട്, വാലിൻ്റെ അറ്റത്തൊരു സ്റ്റിക്കർ, അഭിമാൻസ് ഫാഷൻ ടൈലേഴ്സ്. കമ്മിറ്റിക്കാർ ചോദിക്കാൻ ചെന്നപ്പോൾ പറയാണ് ഞാൻ എന്ത് ക്രിയേറ്റീവ് വർക്ക് ചെയ്താൽ എൻ്റേതായ മുദ്ര പതിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവൻ സ്റ്റിച്ചിങ് ഫാക്ടറിയൊക്കെ വളരെ നന്നായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആശാന് കല്യാണം കഴിക്കണം. എൻ്റെ കാര്യം സിനിമാ പ്രാന്തം കൊണ്ട് പോകുന്നതുകൊണ്ട് എന്നോട് ആരും ചോദിക്കാറില്ല, പറയാറില്ല. പക്ഷേ ഇവന് കല്യാണം കഴിക്കണം. സാധാരണ നമ്മളെങ്ങനെ കല്യാണം കഴിക്കുക? ഒന്നുകിൽ പിറകെ നടന്ന് കഷ്ടപ്പെട്ട് വളച്ചെടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പൊക്കെ ഉണ്ടല്ലോ, അതുവഴി ഡേറ്റ് ചെയ്ത് ചെയ്യും, കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലേ പെണ്ണ് കാണാൻ പോകും. പക്ഷേ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ്. ഒരു രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഫോൺ വിളിക്കുകയാണ്, അളിയ നാളെ എൻ്റെ കല്യാണമാണെന്ന്. നീ എന്ത് ഇത്രയും അടുത്ത സുഹൃത്തായിരുന്നു, നീ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്? ഒന്നും പറയേണ്ട അളിയ, നിമിത്തമാണെന്ന്, എല്ലാം നിമിത്തമാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ത് നിമിത്തമാണ് കണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു ഡിജിറ്റൽ വൽക്കരിച്ച നിമിത്തമാണ് ഞാൻ കണ്ടതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഷെയർ ലിസ്റ്റിൽ 3ാമത്തെ ആൾ ഇവൻ്റെ ഫ്യൂച്ചർ വൈഫായിരിക്കുന്നതുകൊണ്ട് അവനൊരു നിമിത്തം കണ്ടെന്ന്. അങ്ങനെ ആദ്യത്തെ കെട്ട് കഴിഞ്ഞ് 1ാമത്തെ ദിവസം നല്ല രീതിയിൽ പോയി, 2ാമത്തെ ദിവസം നല്ല രീതിയിൽ പോയി, 3ാമത്തെ ദിവസം അവൾ വേറെ തന്നെ ഇപ്പോൾ ഒളിച്ചോടി പോയി. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവളുടെ ഷെയർ ലിസ്റ്റിൽ 7ാമത്തെ ആളായിട്ട് ഒളിച്ചോടി പോകുന്ന അവളൊരു നിമിത്തം കണ്ടിന്. തെറ്റു പറയാൻ പറ്റുമോ? പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ എന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം അവനാണ് സിനിമാ പ്രാന്തനായ എന്നെ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന സിനിമയുടെ ഓഡീഷന് നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. അങ്ങനെ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അതിപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ചുളിവിൽ പ്രൊമോഷനും കൂടെ കിടക്കട്ടെ. ആ സിനിമ കണ്ടവരുടെ ഇടയിലേക്ക് ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയി. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഒരു സ്ഥലത്തേക്ക് ഒരിക്കൽ ബൈക്കിൽ പോകുന്ന സമയത്ത് വഴി വെച്ച് ഇവന് മൂത്രയ്ക്കാൻ മുട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിർത്തി അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ നിന്നൊരു ചേച്ചിയും ചേട്ടൻ ഇറങ്ങി വന്നു. ആ ചേച്ചിയും ചേട്ടൻ എൻ്റെ സിനിമ കണ്ടവരാണ്. എന്നെ കണ്ടത് എന്നെ തിരിച്ചറിഞ്ഞു. അയ്യോ ഡിജിറ്റൽ വില്ലേജിൽ അഭിനയിച്ച ആളല്ലേ, കൊള്ളായിരുന്നു കേട്ടോ, സിനിമ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ്, അവന് മൂത്രയ്ക്കാൻ മുട്ടുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ മുഖം വാടി.
കാരണം മൂത്രയിക്കാൻ ഒരു സൗകര്യം ഒരുക്കാത്തതുകൊണ്ടല്ല. കാരണം ചേച്ചിനെ സംബന്ധിച്ച് ഞാൻ പോയി പെടുത്താൻ മാത്രമേ ചേച്ചിക്ക് കണ്ടന്റ് വാല്യൂ ഇല്ല. അയൽക്കൂട്ടത്തിൽ പോയി പറയാം, ഞാനാണല്ലോ സിനിമ. അവിടെ ചേച്ചിനെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മൂത്രയിക്കാൻ മുട്ടാതിരുന്നിട്ട് കൂടെ എനിക്ക് മൂത്രയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി വിളിച്ച് കൊണ്ടുപോയി സൗകര്യമൊക്കെ ഒരുക്കി തന്നു. ഇറങ്ങാൻ നേരത്തെ എൻ്റെ കൂടെ സെൽഫി എടുത്ത് എൻ്റെ നമ്പറൊക്കെ തന്നു. ഞാൻ തിരിച്ചു പോയി. 2 ആഴ്ച മുന്നേ ചേച്ചി വീണ്ടും വിളിച്ച് മോളുടെ കല്യാണമാണ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിചാരിച്ചു നമ്മളൊരു ആപത്ഘട്ടത്തിൽ സഹായിച്ചതല്ലേ, പോകാമെന്ന് കരുതി തലേദിവസം ഹൽദിക്കാണ് പോയത്. അപ്പോൾ എന്നെ കണ്ടതും ഇവർ ഭയങ്കര വലിയ കാര്യത്തിലൊക്കെ ആനയിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. പെണ്ണിൻ്റെ അച്ഛൻ മൈക്കെടുത്ത് പറഞ്ഞു ഇവൻ നമ്മുടെ ചെറുക്കനാണ് സിനിമ നടൻ, ഇവൻ്റെ വീട്ടിൽ കയറി പെടുത്തിട്ടുണ്ടെന്ന് മൈക്കിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ ഒരു 60+ കഴിഞ്ഞ ഒരു അമ്മമ്മ പറയണം എല്ലാം വന്നു കയറുന്ന പെണ്ണിൻ്റെ ഭാഗ്യം. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെന്താ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങിയുമ്പോൾ അന്ന് നടന്ന ഈ അനുഭവങ്ങളെയൊക്കെ ആലോചിച്ചപ്പോൾ നല്ലൊരു കണ്ടൻറ്റിനുള്ള സാധ്യത ഉണ്ട്. അടുത്ത സ്റ്റാൻഡപ്പിൽ അടിക്കാമെന്ന് പറഞ്ഞ കഥയൊക്കെ ആക്കി വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഒരു സ്റ്റാൻഡപ്പിനുള്ള അനുഭവം നല്ല കുറച്ച് കണ്ടൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് കോമഡിയാണ്, നല്ല സെറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഇങ്ങനെ സ്റ്റാൻഡപ്പും കളിച്ചുകൊണ്ട് നടന്നു, പ്രായം എത്ര ആയിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യും, നീ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ പോണ സ്ഥലത്ത് കൊള്ളാവുന്ന വല്ല പെമ്പിളറുണ്ടെങ്കിൽ അതിൽ നിൻ്റെ കഴിവ് കാണിക്കും, എന്നിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഉപദേശം തന്നിട്ടാണ് അമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ ബാക്കി ഞാൻ പറയണ്ടല്ലോ. താങ്ക് യു. നമ്പർ 18 എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ, ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.